എങ്കിലും ഒരു വേതനം ലഭ്യമാവണമെന്ന് വലിയ പൊളിറ്റിക്കലായ വളരെ വലിയ രാഷ്ട്രീയമായിട്ടുള്ളൊരു തീരുമാനം എടുത്തൊരു സർക്കാരാണ്. 1000 രൂപ എന്ന് പറയുന്നത് ചെറുതായിരിക്കാം, പക്ഷെ ഇന്നേ വരെ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ നിങ്ങൾക്കൊരു 100 റുപ്യ നിങ്ങൾ ഇത്ര കാലം ചെയ്ത പണിയായിട്ടോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും കൊടുത്ത് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോഴാണ് ഈ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കണമെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത്. വളരെ വലിയൊരു തീരുമാനമാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർക്കാരും ഇതുവരെ സ്ത്രീകളെ അത്തരത്തിൽ കണ്ടിട്ടില്ല. അത് മാത്രമല്ലല്ലോ, സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഇന്ന് സ്ത്രീകൾ പ്രസവിക്കാൻ പോകുന്നത്, പൊന്നാനിയിലെ സ്ത്രീകൾ, പൊന്നാനിയും പരിസര പ്രദേശത്തുള്ള മാറഞ്ചേരിയിലെ സ്ത്രീകളൊക്കെ പ്രസവിക്കാൻ പോകുന്നത് എവിടെയാ? ഗോപിനാഥന്റെ ആശുപത്രിയിലാണ്. ഗോപിനാഥന്റെ ആശുപത്രി പോയി എത്ര റുപ്യ കൊടുക്കണം ഒരു പ്രസവത്തിന് മിനിമം ചെലവ് എത്ര? പ്രൈവറ്റ് ആശുപത്രിയിൽ എത്ര റുപ്യ? 1 ലക്ഷം റുപ്യാണ്. എങ്ങനെ കൂട്ടിയാലും കിഴിച്ചാലും ശിശു ആശുപത്രി എന്ന് പറയുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കേണ്ട ആ ആശുപത്രി അല്ലേ? ആശുപത്രിയിൽ പോയാൽ സ്ത്രീകൾക്ക് പ്രസവം സൗജന്യമാണ് അല്ലേ? അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്കുള്ള പോരാനുള്ള വണ്ടിക്കാശ് ഉൾപ്പെടെ ആര് തരും? സർക്കാർ തരും. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സർക്കാരാണ് അല്ലേ? പണ്ട് ഞാൻ ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പറയണ്ടേ, വേഗം നിർത്താം, നിങ്ങൾ അധികം ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഈ കോവിഡ്, നിപ്പ തുടങ്ങിയിട്ടുള്ള മഹാമാരികൾ ഇവിടെ വന്നപ്പോൾ കേരളത്തിലെ ഒരു മനുഷ്യനും ചികിത്സ കിട്ടാതെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിരുന്നു അന്നത്തെ കാലത്തെ വാർത്തകൾ. 94 വയസ്സായ അപ്പൂപ്പനെ ദിവസങ്ങളോളം വെന്റിലേറ്ററിലിട്ട് ചികിത്സിച്ച് ജീവന്റെ ഒരു കണിക മാത്രം ബാക്കിയുണ്ടായിരുന്ന ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന തരത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആർക്കും കോവിഡ് കാലത്ത് കോവിഡ് വന്നു എന്നതിന്റെ പേരില് നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയിട്ട് പണം ചെലവാക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സർക്കാർ ഭക്ഷണമായും അതുപോലെ തന്നെ മരുന്നായും എല്ലാം കൊണ്ടും നമ്മളെ സഹായിച്ചിരുന്നു. ഒരു മഹാമാരി വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, ആ കാലത്ത് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇന്ന് സ്വർഗം എന്ന് കരുതുന്ന നമ്മുടെ കുട്ടികളൊക്കെ എന്താണ്, ഇവിടുന്ന് എങ്ങനെങ്കിലും തടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇപ്പൊ ഓടിപ്പോകുന്ന അമേരിക്കയും ഇംഗ്ലണ്ടും ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ മഹാമാരിയിൽ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാരണം 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞത്, അവരുടെ ലൈഫ് ടൈം അവസാനിച്ചു, അവരെ നമ്മൾ ചികിത്സിച്ചിന് കൊണ്ടുവരണ്ട, ബാക്കി 50 വയസ്സ് 40 വയസ്സൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിച്ചാൽ മതി, മറ്റവർക്ക് ചികിത്സ കൊടുക്കണ്ട എന്ന് വലിയ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക പോലുള്ള ആളുകൾ, അവിടെയുള്ള ഭരണകൂടം തീരുമാനം എടുത്തപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഇവിടെ എല്ലാ മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല കോവിഡ് കാലം അല്ലെ? പലതരത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇടപെട്ടു അല്ലെ? ഞങ്ങളൊക്കെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിന്റെ വളണ്ടിയർമാരുടെ ഇൻഷുവിനെ പോലുള്ളവരൊക്കെ കുറെ കാലം എവിടെ താമസിച്ചു? ആശുപത്രികളിൽ ആളുകൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി PPE കിറ്റ് ഒക്കെ ഓർമ്മയില്ലേ? PPE കിറ്റ് ഒക്കെ ഇട്ടിട്ട് പല സ്ഥലത്തും നമ്മള് കണ്ടില്ലേ? അങ്ങനെ ഒരു കാലത്തും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, പഴയതുപോലെയല്ല നമ്മുടെ സർക്കാർ ആശുപത്രികൾ. അവിടെ മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് പ്രൈവറ്റ് ആശുപത്രികളിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച ചികിത്സ സൗജന്യമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ. നേരത്തെ ഞാൻ പറഞ്ഞ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവിടെ പോകുന്ന കുട്ടികളൊക്കെ പറയുന്നു, അവിടെ ഇപ്പൊ താമസിക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലോ, അവർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ബാക്കി എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്, പക്ഷെ ഒരു പനി വന്നാൽ, ഒരു നെഞ്ചുവേദന വന്നാൽ, എന്തെങ്കിലും ഒരു മാരക അസുഖം വന്നാൽ നേരെ മാറഞ്ചേരി ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കും, പക്ഷെ അവർക്ക് നടക്കില്ല. മാസങ്ങളോളം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം ഒരു ഡോക്ടറെ കാണാൻ. അങ്ങനെ ഈ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കാലത്ത് പോലും നമ്മുടെ നാട്ടില് ഇതിന് യാതൊരു പ്രയാസവും ഇല്ലാണ്ട് എല്ലാ തരത്തിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖല വളരെ വികസിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അത് നമ്മുടെ സർക്കാരിന്റെ ഇച്ഛാശക്തിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആരോഗ്യ മേഖലയിൽ നടന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ,
പിന്നെ മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ മാറഞ്ചേരി സ്കൂളിലേക്ക് ആരെങ്കിലും പറഞ്ഞയച്ചിരുന്നോ? ഉണ്ടാ? ആരെങ്കിലും മാറഞ്ചേരി സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ജീവിച്ചവരും ഇവിടെ ആരെങ്കിലും പോയിരുന്നോ? അന്ന് മാറഞ്ചേരി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. മാറഞ്ചേരി സ്കൂളിൽ പോയാ അങ്ങനെ പഠിച്ച് വരും എന്നൊന്നും ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താണ്? അത്ര വലിയ സൗകര്യങ്ങളില്ല, നല്ല അധ്യാപകരില്ല, നല്ല സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. ഇല്ലല്ലോ, അത്ര വലിയ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നല്ലോണം പഠിക്കണം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ, അവര് അത്യാവശ്യം കാശൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ എവിടെ പറഞ്ഞയക്കുക? വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പറഞ്ഞയച്ചിരുന്നത്, അല്ലേ? അത് ആർക്കാ പറ്റിയെന്നുള്ളൂ? കാശുള്ള ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി